ഇന്ന് സ്പെഷ്യലായിട്ട് നാടൻ രീതിയിൽ ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാം. ഓക്കെ, പീസ് ഇഞ്ചിയും 3 വെളുത്തുള്ളിയും ചിക്കൻ്റെ കൂടെ ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുക്കാൻ ഒരു ചുവട് കട്ടിയുള്ള ഒരു ഫ്രൈ പാനിൽ അടുത്തതായി പച്ചമുളക് നുറുക്കൽ ഇടുകയാണ്. തക്കാളിയും കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളൊരു ചിക്കൻ അല്പാൽപ്പം ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വേവാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ചിക്കനും ചേരുവകളൊക്കെ ചേർന്ന് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. മല്ലിയിലയുടെ മധു നല്ല മണല്ലേ, ഇതൊരു പ്രത്യേകതരം മല്ലി. നമുക്ക് ഗീ റൈസ് റെഡിയാക്കാം. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി. എടുത്തതിന് അതിൻ്റെ അതേ അളവിൽ ഡബിൾ വെള്ളം പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മുമ്പേ തന്നെ കിസ്മിസും കശുവണ്ടി പരിപ്പും വറുത്ത് കോരിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈസി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മേലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗീ റൈസും ചിക്കൻ ഫ്രൈയും അതിന് ഒരു സ്പെഷ്യലായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടും പുതിയൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാം.